തിരുവനന്തപുരം പാലോട് ഈയക്കോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞുവെച്ചു. വന്യജീവി ശല്യത്തിനെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. ഫോറസ്റ്റുകാരെ വിട്ടയക്കണമെങ്കിൽ DFO സ്ഥലത്തെത്തണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ രാത്രി കാട്ടാന വീടിന് സമീപത്തെ ഷെഡ് തകർത്തതാണ് നാട്ടുകാരുടെ പ്രതിഷേധ കാരണം. മഹേഷ് ചന്ദ്രന്റെ വിശദാംശങ്ങളുമായി. മഹേഷ്, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് തിരുവനന്തപുരം പാലോട് ഈയക്കോട് സ്വദേശി സരിതയുടെ വീട്ടുമുറ്റത്തേക്ക് കാട്ടാന പാഞ്ഞെത്തിയത്. കാട്ടാന അതിന് സമീപത്തുള്ള ഒരു ഷെഡ് തകർക്കുകയുണ്ടായി. ആ ഷെഡിനകത്ത് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. ബൈക്കും ഈ തകർന്ന ഷെഡിനടിയിലായി കിടക്കുകയാണ്. നാട്ടുകാർ വിവരം അറിയിച്ചെങ്കിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താൻ വൈകി എന്നാണ് നാട്ടുകാരുടെ പരാതി. ഇന്ന് രാവിലെ ഒരു 10 മണിയോട് കൂടിയാണ് RRT വാഹനം ഉൾപ്പെടെ 7ഓളം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയത്. ആ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. രാകേഷ്, വിഘ്നേഷ്, അഭിമന്യു, രാജൻ, വിനോദ്, പ്രദീപ്, നവാസ് എന്നീ ഉദ്യോഗസ്ഥരാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. DFO സ്ഥലത്തെത്താതെ ഇവരെ വിട്ടയക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ നിൽക്കുന്നത്. ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാർക്കുള്ളത്. കാട്ടാന അടക്കമുള്ള വന്യജീവികളുടെ ശല്യം നിരന്തരമായി ഈ മേഖലയിൽ പതിവാണ്. ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ആതിര, ശരി, വന്യജീവി ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ച് പ്രതിഷേധിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മഹേഷ് ചന്ദ്രൻ.